നമുക്കറിയാം കാലാകാലങ്ങളായിട്ട് കുറേ വർഷങ്ങളായിട്ട്, കാലാകാലങ്ങൾ എന്ന് പറയുന്നത് തെറ്റാണ്, കുറേ വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ് മോഹൻലാലും താടി വെച്ചുള്ള അഭിനയവും അല്ലെങ്കിൽ ലാലേട്ടനും താടിയും എന്ന് പറയുന്നത്. എന്ന് ലാലേട്ടൻ ഈ താടി മാറ്റും? ഒരു ചോദ്യമാണ് അല്ലേ, ഒരുപാട് കാലങ്ങളായിട്ട് കാണുന്നതാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പം ലാലേട്ടനും താടിയും, അതാണ് ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മോഹൻലാൽ പേരിനൊപ്പം പ്രത്യേകിച്ച് ഒരു ഇൻട്രോ ആവശ്യമില്ലാത്ത വ്യക്തിയാണ് മോഹൻലാൽ എന്ന് എല്ലാ മലയാളികൾക്കും അറിയാം. പക്ഷേ 2018 ഒടിയൻ റിലീസ് ചെയ്ത ദിവസം അവിടെ നിന്നാണ് ആ ഒരു ചേഞ്ച് വരുന്നത്. തുടർന്ന് അങ്ങോട്ട് നമ്മൾ കാണുന്നത് വേറൊരു മോഹൻലാലിനെയാണ്. മുഖമൊന്നും അധികം ചലിക്കാത്ത ഭാഷയിൽ, അശ്വിൻ ഗോകിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മുഖത്തൊരു ഭാവങ്ങളും വരുന്നില്ല എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഒരു ഭാവങ്ങളും ഇല്ല. 2019 ഇങ്ങോട്ട് 2023 വരെ നമ്മൾ കാണുന്ന ഒരേ ഒരു മോഹൻലാലിനെ, താടി വെച്ച ബീഡായിട്ടുള്ള ഒരു മോഹൻലാലിനെ, മറ്റൊരു മോഹൻലാലിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഇത്രയും കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ മിക്ക പടങ്ങളും പരാജയങ്ങളായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് ലാലേട്ടന്? നമുക്കറിയാം മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു പറ്റം സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ അദ്ദേഹം എപ്പോഴും സിനിമയിൽ ഒരു ചെയ്യുന്നുമുണ്ട്, അത് പരാജയപ്പെടുന്നുമുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു സിനിമ കഥ പറഞ്ഞു വരുമ്പോൾ ചിലപ്പം ഗംഭീരമായിരിക്കും, പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള അപാകത കാരണം സിനിമ പരാജയപ്പെടുന്നുണ്ട്. അങ്ങനെയും സിനിമ പരാജയപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇത് മനസ്സിലാകാത്തതാണോ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പിന്നിലെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കൃത്യമായി പറയാൻ പറ്റുന്നില്ല. പിന്നെയും നമ്മൾ കാണുന്ന സിനിമകളെല്ലാം ഒരേ പാറ്റേണിൽ തന്നെ. അതുപോലെ തന്നെ അദ്ദേഹം പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു ഫാക്ടറാണ്. ഒരു പുതിയ സബ്ജക്റ്റ് വന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്തോ ഒരു ഭയം പോലെ എന്നുള്ളത് പല ഇൻ്റർവ്യൂകളിൽ പല വ്യക്തികൾ പറയുന്നുണ്ട്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തികളുടെ കൂടെ അദ്ദേഹം വർക്ക് ചെയ്യുന്നുള്ളൂ. മമ്മൂക്കയെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം എപ്പോഴും ഒരു പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നുണ്ട്, അത് പരാജയമാവുന്നുണ്ട്, ഹിറ്റാവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പാറ്റേൺ മാറി വരുന്നുണ്ട്. പുതിയ വ്യക്തികളിലൂടെ അദ്ദേഹം സിനിമ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മൾ പറയാൻ പോകുന്നത് ലാലേട്ടനും താടിയെ പറ്റാണ്. അപ്പോൾ ഈ 2019 ശേഷം താടി വെച്ച് അനേകം ചിത്രങ്ങൾ വന്നു. എല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ വലിയ പരാജയങ്ങളായിരുന്നു. പക്ഷേ ഒരു 3 സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഗംഭീരമായിരുന്നു. അതാദ്യം എന്ന് പറയുന്നത് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ, പിന്നെ ദൃശ്യം 2, അതിനുശേഷം ബ്രോഡാഡി. ഇതിൽ ലൂസിഫർ മാത്രമാണ് തിയേറ്ററിൽ മെഗാ ഹിറ്റായത്. ബാക്കി രണ്ടും OTT റിലീസിംഗ് ആണ്. ഈ താടി വെച്ചുള്ള അഭിനയം കൊണ്ട് ലാലേട്ടൻ്റെ അഭിനയം നിന്നുപോയി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യത ഉണ്ടെങ്കിൽ കൂടി അത് പൂർണ്ണമല്ല. കാരണം ഈ താടി വെച്ച് നമുക്ക് റീസ്ട്രെയിൻ ചെയ്യുന്ന ഒരു ലാലേട്ടനെ ആ പോയിന്റിൽ നിർത്തിക്കൊണ്ട് ഗംഭീര അഭിനയത്തിൻ്റെ മറ്റു തലങ്ങൾ കാണിച്ചു തന്ന വ്യക്തിയാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ സംവിധായകൻ. അത് നമ്മൾ ലൂസിഫറിൽ കണ്ടതാണ്. നമുക്കറിയാം താടി വെച്ച ലാലേട്ടൻ്റെ ക്ലോസപ്പ് ഷോട്ട് എടുക്കാൻ മിക്കവർക്കും ഒരു മടിയാണ്. പക്ഷേ പൃഥ്വിരാജ് അതിനെ ഗംഭീരമായിട്ട് എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കണ്ട സിനിമയാണ് ബ്രോഡാഡി OTT റിലീസ് ചെയ്തത്. ഈ ബ്രോഡാഡിയിലും ലാലേട്ടൻ്റെ ഒരു പഴയ ഒരു ചിരിയും കളിയൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും പൃഥ്വിരാജ് അതിനെ ഗംഭീരമായിട്ട് എലിവേറ്റ് ചെയ്തു. ആ ലിമിറ്റേഷൻ നിന്നുകൊണ്ട് ഗംഭീരമായിട്ട് എലിവേഷൻ ചെയ്തു. അപ്പം താടി വെച്ചുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ അഭിനയം മാറിപ്പോയി എന്ന് പറയുന്നതിൽ മൊത്തത്തിൽ ഒരു പൂർണ്ണതയില്ല, എങ്കിലും ഒരു ഭാഗമുണ്ട്. അപ്പം കൃത്യമായ ഒരു വ്യക്തിയുടെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം മോഹൻലാൽ എന്ന് പറഞ്ഞ അഭിനേതാവിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് യൂട്ടിലൈസ് ചെയ്ത ഒരു സിനിമയും അദ്ദേഹത്തിൻ്റെ 40 വർഷങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു 50% എബോവ് ഒക്കെയുള്ള യൂട്ടിലൈസ് ചെയ്യുന്ന സിനിമകളെ കണ്ടിട്ടുള്ളൂ. അപ്പം ലാലേട്ടനും താടിയും എന്നുള്ളത് ഒരു ഫാക്റ്റ് തന്നെയാണ്. എങ്കിൽ കൂടി ആ ലാലേട്ടൻ, താടി വെച്ച ലാലേട്ടനെ കൃത്യമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ സംവിധായകരോ റൈറ്റേഴ്സോ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അപ്പം പറയുമ്പോൾ നമ്മൾ 2 സൈഡുകളും പറയണം. എന്തായാലും മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ സിനിമ വരാൻ പോവുകയാണ്. ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന LJP മോഹൻലാൽ കോമ്പയാണ്. എന്തായാലും ആ ഒരു സിനിമയിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ സ്റ്റാറിനെയും ആക്ടറിനെയും കാണാൻ പറ്റുമെന്നാണ് എല്ലാ സിനിമാ പ്രേക്ഷകരും വിശ്വസിക്കുന്നത്. അപ്പോൾ ലാലേട്ടനും താടിയും എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിൽക്കുന്നെങ്കിൽ കൂടിയും അതിനെ വിനിയോഗിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വാർത്ത കൂടിയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ മോഹൻലാലും താടി എന്ന് പറയുന്നതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെല്ലാം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ല.